ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ ഇസ്രായേൽ സൈന്യം പല യുദ്ധമേഖലകളിൽ നിന്നും വ്യാപകമായി പിന്മാറി തുടങ്ങിയിരിക്കുകയാണ്. ഹമാസിൻ്റെയും വിവിധ പലസ്തീൻ ഗ്രൂപ്പുകളുടെയും അതിശക്തമായ പ്രത്യാക്രമണം ചെറുക്കാൻ വയ്യാതെയാണ്, അല്ലെങ്കിൽ പ്രത്യാക്രമണം രൂക്ഷമായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇസ്രായേൽ സൈന്യം പലയിടങ്ങളിൽ നിന്നും പിന്മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹമാസിനെ അവസാനിപ്പിക്കും, ബന്ദികളെ ജീവനോടെ തിരികെ എത്തിക്കും, ഗസ പിടിച്ചടക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു വർഷം മുമ്പ് തുടങ്ങിയ യുദ്ധം ഒടുവിൽ എങ്ങുമെത്താതെ ഇസ്രായേലിൻ്റെയും കയ്യിൽ നിന്ന് പോവുകയാണ് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ലോകം തിരിച്ചറിയുകയാണ്. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ റഫയ്ക്കു പിന്നാലെ ആക്രമണം ആരംഭിച്ച സ്ഥലമാണ് വെസ്റ്റ് ബാങ്കിലെ ജെനിൻ. ഈ ജെനിൻ എന്ന് പറയുന്ന പ്രദേശം ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് എന്നുകൂടി അന്താരാഷ്ട്ര സമൂഹത്തിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് അവിടെ പരിപൂർണമായ ഒരു കൺട്രോൾ പല മേഖലകളിലും ഇസ്രായേലിനുണ്ട്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ പോലെ തന്നെ ഇസ്രായേൽ ഒക്യുപ്പയിങ് ഫോഴ്സ് എന്ന് പറയുന്ന അധിനിവേശ സേനയും അവിടെ ശക്തമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റഫയിൽ നിരന്തരമായി ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിട്ടും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ആരെയും വധിക്കാനോ കണ്ടെത്താനോ കഴിഞ്ഞില്ല, ഗർത്തങ്ങളിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല, അതുപോലെ തന്നെ ഈ പറയുന്ന ബന്ദികളെ ജീവനോടെ തിരിച്ചെടുക്കാനും കഴിഞ്ഞില്ല. അതിനിടയിലാണ് റഫയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിന് സമീപത്ത് നിന്ന് 6 ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരം കണ്ടെടുക്കുന്നത്. അതിലാദ്യം ഞെട്ടലറിയിച്ച് രംഗത്ത് വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നാണ് മലയാള മാധ്യമങ്ങൾ, അതായത് 24ഉം മീഡിയ വണ്ണും അടക്കമുള്ള മാധ്യമങ്ങൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ആ സംഭവത്തിന് ശേഷം, അതായത് ഇത്തരത്തിൽ ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തിയതിന് ശേഷം ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങി മരിച്ച ബന്ദികളുടെ ചിത്രങ്ങൾ, ബന്ദികളായി ഇപ്പോഴും ഹമാസിൻ്റെ പക്കലുള്ളവരുടെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകൾ, നെതന്യാഹുവിനെതിരായ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ഇസ്രായേൽ ജനങ്ങൾ നടത്തുകയാണ്. ആയിരങ്ങളല്ല, 10,000 ടെലവീവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ തെരുവിലിറങ്ങിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഈ ഘട്ടത്തിലാണ് ഈ ജെനിൻ പ്രദേശത്ത് നിന്ന് സൈന്യത്തെ പിൻവലിച്ചു തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ എന്ന വാർത്തയും വന്നിരിക്കുന്നത്. അതായത് അവിടെ ഇനിയും കയറി യുദ്ധം ചെയ്താൽ വലിയ തിരിച്ചടി ഹമാസും പലസ്തീൻ ഗ്രൂപ്പുകളും നൽകും എന്ന് ഇസ്രായേലിന് ഉറപ്പായിരിക്കുന്നു. കാരണം ഇന്നലെ അവിടെ ഇസ്രായേൽ സേനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ചില മാധ്യമങ്ങൾ ഇസ്രായേലി പോലീസുകാർ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ സേനയുടെ ഭാഗമായിട്ടുള്ള 3 മിലിറ്റൻസ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് 2 കാർ ബോംബ് സ്ഫോടനങ്ങൾ അവിടെ നടന്നു, ഈ ജെനിൻ മേഖലയിൽ നടന്നു. അതിൻ്റെ ഫലമായി ഒരു കേണൽ ഉൾപ്പെടെ നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ഓരോ ദിവസം കഴിയും തോറും ജെനിൻ മേഖലയിൽ ഇസ്രായേലി സൈന്യത്തിന് വലിയ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതോടെ ഇസ്രായേലിൻ്റെ ദയനീയമായ പതനമാണ് അവിടെ കാണാൻ സാധിച്ചത് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. ഇസ്രായേലിലെ ജനങ്ങളും അത് തിരിച്ചറിഞ്ഞു. ഈ IDF-നെ ഉപയോഗിച്ചുകൊണ്ട്, ഈ പറയുന്ന ഒക്യുപ്പൈഡ് ഫോഴ്സിനെ, അധിനിവേശ സേനയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനെ കണ്ടെത്താൻ, ഹമാസിൻ്റെ ആളുകളെ പിടികൂടാൻ, തലവന്മാരെ പിടികൂടാൻ, ബന്ദികളെ കണ്ടെത്താൻ ഒക്കെ നടത്തുന്ന പുതിയ ആക്രമണങ്ങൾ, പുതിയ ഓപ്പറേഷനുകൾ ഒക്കെ പരാജയമാണ് എന്ന് ഇസ്രായേലിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ ഈ വിധത്തിൽ യുദ്ധം നടത്തുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് ഏറ്റവും ഒടുവിൽ അമേരിക്കയും പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒപ്പമുള്ളവരും സ്വന്തം രാജ്യത്തുള്ളവരും ഒക്കെ തനിക്കെതിരെ തിരിയുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പുതിയ നീക്കങ്ങളിൽ അതൃപ്തി അറിയിക്കുന്നു, പ്രതിഷേധം അറിയിക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇപ്പോൾ IDF-നെ പതിയെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതായത് ഇസ്രായേൽ സൈന്യം പേടിച്ചോടിയെന്ന് പച്ച മലയാളത്തിൽ പറയാം. ഇപ്പതാ തീർക്കുമെന്ന് പറഞ്ഞ് ജെനിനിലേക്ക് പോയിട്ട് ജെനിനിലെ അഭയാർത്ഥി ക്യാമ്പുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരിടേണ്ടി വരുന്നത്. ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് ഹമാസിൻ്റെ ആളുകൾ മാത്രമല്ല, പലസ്തീനിലെ ജനങ്ങൾ, സഹികെട്ട ജനങ്ങൾ പോലും വിവിധ പലസ്തീൻ ഗ്രൂപ്പുകളുമായി ചേർന്ന് ഈ യുദ്ധത്തിൻ്റെ, പ്രത്യാക്രമണത്തിൻ്റെ ഭാഗമാകുന്നു, പ്രതിരോധത്തിൻ്റെ ഭാഗമാകുന്നു എന്നുകൂടിയാണ്. അതായത് ഹമാസ് എന്ന് പറയുന്ന ആ ചെറിയൊരു ഗ്രൂപ്പ്, 10,000-50,000 ആളുകൾ മാത്രം ഉണ്ടായിരുന്നൊരു ഗ്രൂപ്പ്, അതിൽ തന്നെ 10,000-15,000 ആളുകളെ കൊന്നു എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ വീണ്ടും ആ ഗ്രൂപ്പ് ചെറുതായി. ആ ഗ്രൂപ്പിനെ കൊണ്ട് മാത്രം നടക്കുന്ന സംഭവങ്ങളല്ല ഇപ്പോൾ നടക്കുന്നത്.
ഇപ്പോൾ തലങ്ങും വിലങ്ങും ഇസ്രായേൽ സൈന്യത്തിന് അടി കിട്ടുകയാണ്. ഗസയിലായാലും വെസ്റ്റ് ബാങ്കിലായാലും ഖാൻ യൂണിസിലായാലും ഒക്കെ ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടി കിട്ടുകയാണ്. അപ്പോൾ പലസ്തീനിലെ വിവിധ ഗ്രൂപ്പുകൾ, പലസ്തീൻ മാർട്ടിയേഴ്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ചില മറ്റു പല ഗ്രൂപ്പുകളും, ഈ ഗ്രൂപ്പുകളൊക്കെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പലസ്തീനിലെ സഹികെട്ട ജനങ്ങളടക്കം ഇസ്രായേലിനെതിരെ ഇത്തരം ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ അണിചേരുന്നു, അതിൻ്റെ ഭാഗമാകുന്നു എന്നുകൂടി വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനുള്ള തിരിച്ചടി ഇനിയും വർദ്ധിക്കും, വ്യാപിക്കും ഗസയിലുടനീളം എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെയാകണം ഇപ്പോൾ പിന്തിരിയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഈ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്ന നടപടികൾക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വെസ്റ്റ് ബാങ്കിലേക്ക് പോകുന്നത് അപകടമാണ് എന്ന് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകരുത് എന്ന് ഇസ്രായേലിനോട് പറഞ്ഞത്. ലെബനനിലും ഗസയിലും വലിയ തിരിച്ചടി. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് പുതിയ ഒരു ആക്രമണ കേന്ദ്രമാണ്, ജെനിൻ എന്ന് പറയുന്ന മേഖല. റഫേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ജെനിനിലേക്ക് ഇസ്രായേൽ സൈന്യം പോയത്. അപ്പോൾ പുതിയ പുതിയ മേഖലകളിലേക്ക് ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുന്നത് ലെബനനിലും ഗസയിലും ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചടി കിട്ടാൻ കാരണമാകുമെന്നാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വിലയിരുത്തുന്നത്. കാരണം ഓരോ തവണ ഇസ്രായേൽ റഫേൽ ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഇപ്പുറത്ത് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ശക്തമായ ആക്രമണങ്ങൾ നടത്തും. ഹൂത്തികൾ വീണ്ടും കപ്പലുകൾ തകർക്കും. ഹമാസ് ഗസയിൽ യഹ്യാ സിൻവാറിൻ്റെ നേതൃത്വത്തിൽ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം കടുപ്പിക്കും. ഇസ്രായേൽ സൈന്യത്തിന് വീഴ്ചയുണ്ടാകുന്നു, ഇസ്രായേലിൻ്റെ സൈനിക ഉപകരണങ്ങൾ തകർക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചും വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അമേരിക്കയാണ് ഇതിൽ പലതും നൽകിയിരിക്കുന്നതെന്ന് മാത്രമല്ല, ഇസ്രായേൽ താഴേക്ക് പോകുന്തോറും അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ നൽകണം, കൂടുതൽ പണം നൽകണം. അതൊക്കെ വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു അമേരിക്കയിൽ. അമേരിക്കയിൽ പോലും ഈ ഡൊണാൾഡ് ട്രംപ് പോലും കഴിഞ്ഞ ഇടെ പറഞ്ഞത് അമേരിക്കയുടെ സുരക്ഷ പോലും അപകടത്തിലാക്കുന്ന വിധത്തിൽ അമേരിക്കയുടെ ആയുധശേഖരം തീർന്നുവെന്നാണ്. ഇസ്രായേലിന് കൊടുത്ത് അതുപോലെ തന്നെ ഉക്രൈനും കൊടുത്ത് അമേരിക്കയുടെ ആയുധശേഖരം തീർന്നു എന്ന് ട്രംപ് പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ പൊളിറ്റിക്കലി അത് അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ജോ ബൈഡനും വലിയ തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക പിന്നോട്ട് പോകാൻ പറഞ്ഞത്, ഇസ്രായേലിനോട് വെസ്റ്റ് ബാങ്കിലേക്ക് ഇനിയും കൂടുതൽ മേഖലകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞത്. യൂറോപ്യൻ യൂണിയൻ പറയുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് ചെങ്കടലിലെ പ്രതിസന്ധിയാണ്. ഹൂത്തികൾ ഓരോരോ കപ്പലുകൾ തകർക്കും, യൂറോപ്യൻ യൂണിയനിലേക്കുള്ള എത്തേണ്ട സാധന സാമഗ്രികൾ, കാർഗോകൾ വൈകും, അവിടെ മാനുഫാക്ചറിങ് പ്രതിസന്ധി ഉൾപ്പെടെ ഉണ്ടാകും. അങ്ങനെ വലിയ വിഷയങ്ങൾ ഇവർക്കും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വെസ്റ്റ് ബാങ്കിലേക്ക് കടന്നു കയറുന്നതിലെ മനുഷ്യത്വ വിരുദ്ധമായ ചില കാര്യങ്ങൾ കൂടി ചർച്ചയായിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നിരവധി സ്കൂളുകൾ, സിവിലിയൻ കേന്ദ്രങ്ങളൊക്കെ തകർക്കുകയാണ് ഇസ്രായേൽ. സാധാരണക്കാരായ ജനങ്ങൾ, അന്താരാഷ്ട്ര യുദ്ധ നിയമം അനുസരിച്ച് സാധാരണക്കാരായ സിവിലിയൻസിനെ ബാധിക്കുന്ന വിധത്തിലേക്ക് യുദ്ധം പടരാൻ പാടില്ല. പക്ഷേ ഇവിടെ ഇസ്രായേൽ ചെയ്യുന്നതൊക്കെ ഈ സാധാരണക്കാരായ സിവിലിയൻസിനെ കൊല്ലുന്ന രീതിയിൽ ആശുപത്രികളും സ്കൂളുകളും ഒക്കെ തകർക്കുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ള സ്ഥിതിക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ഇതിനെ വിലക്കിയത്. അതൊക്കെ കടന്ന് മുന്നോട്ട് പോയ ഇസ്രായേലിനാണ് ഇപ്പോൾ ഹമാസിൻ്റെയും വിവിധ പലസ്തീൻ ഗ്രൂപ്പുകളുടെയും ഒക്കെ തിരിച്ചടി കിട്ടി വിറങ്ങലിച്ച് ഭയന്ന് തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ലെബനൻ അതിർത്തിയിലേക്ക് സൈന്യത്തെ മാറ്റണം എന്ന് ഇസ്രായേൽ ഭരണകൂടം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ജെനിനിൽ നിന്നും ഗസയിൽ നിന്നുമൊക്കെ ഇസ്രായേൽ സൈന്യത്തെ പിൻവലിച്ച് ലെബനനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമല്ല ഇസ്രായേലിന്. എന്ന് മാത്രമല്ല രണ്ടിടങ്ങളിലും ഒരേപോലെ യുദ്ധം ചെയ്യാനുള്ള സാഹചര്യവും ഇസ്രായേലിനില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ സൈനിക വിന്യാസമൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഹിസ്ബുള്ളയെ അങ്ങനെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല ഇസ്രായേലിന്. കാരണം ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി അപാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർ ഇസ്രായേലിലേക്ക് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടെല്ലവീവിലേക്ക് പോലും ആക്രമണത്തിൻ്റെ വ്യാപ്തി ഉണ്ടായ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചാൽ അത് വലിയ തോതിൽ നാശത്തിലേക്ക് പോകുമെന്ന് ഇസ്രായേലിന് ഭയമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ജെനിൻ മേഖലയിൽ നിന്നും കൂടുതൽ സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞതൊന്നുമല്ല നടക്കുന്നത്. ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ കണക്കുകൂട്ടലിന് വിരുദ്ധമായി അപ്രതീക്ഷിതമായ പ്രത്യാക്രമണം, തിരിച്ചടി, ചെറുത്തുനിൽപ്പ് ഒക്കെ ഉണ്ടായതോടെ ഇസ്രായേൽ പത്തിമടക്കുകയാണ്. അമേരിക്ക നേരത്തെ തന്നെ പത്തിമടക്കി സ്കൂട്ടായിരുന്നു. അമേരിക്ക ഇപ്പോൾ ഒരു കാര്യത്തിലും ആക്രമണോത്സുക ഇടപെടൽ നടത്തുന്നില്ല. ഇതൊക്കെ തെളിയിക്കുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം കൊണ്ട് ഒരിക്കലും ഒന്നും നേടാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ കഴിയുന്നില്ല. ആ യാഥാർത്ഥ്യം ഇപ്പോൾ ലോകം തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായാണ് യുദ്ധത്തിനിറങ്ങിയവർ തന്നെ പ്രതിരോധം ശക്തമായതോടെ ഭയന്ന് പിന്മാറുന്ന കാഴ്ചകൾ കാണുന്നത്. അതതിൻ്റെ തെളിവാണ്.